ഗൈസ് വേറെ വൈബാണ് ഗൈസ്, പൊന്മുടിയിൽ പോലും ഇല്ലാത്ത വൈബാണ്. മൈലിൻ്റെ കരച്ചില്ലേ ഇവിടെ നിന്നായിട്ടാ. ഇവിടുത്തെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. നമുക്ക് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വൈബി. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. Ladies and gentlemen. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം നമ്മളെ കൊല്ലത്തിലെ അമ്പനാട് ഹിൽസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7 മണിയായിട്ടുണ്ട്. നമ്മളൊരു 5 മണിക്കൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നമ്മൾ കുളത്തൂർ എത്തിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഗിയർ മെഷീൻ ക്ലബ്ബിലെ നമ്മളെ മെമ്പേഴ്സും ഉണ്ട്. ഗൈസ്, ദിസ് ഈസ് കൊച്ചു. ഈ ഗൈസ് അഡ്മിനാണ്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയാണ് ഗൈസ്. ഞാൻ വന്നത് ഈ വണ്ടിയിലാണ്, ഡോമിനറിലല്ല, ഹണ്ടറിലാണ് ഗൈസ് ഞാൻ വന്നത്. മേഘയുടെ സമയം തന്നെ. അപ്പോൾ നമ്മൾ അമ്പനാടിലേക്ക് എത്തുകയാണ്. നല്ല ഓഫ് റോഡായിരുന്നു. ചെളിയൊക്കെ കണ്ണിലടിച്ച് കണ്ണുറക്കാൻ വയ്യ. ഇതൊരു ബ്രിഡ്ജ് സ്പോട്ടാണ് ഈ കാണുന്നത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അമ്പനാടിലോട്ട് പോകാനായിട്ട്. നല്ലൊരു ശാന്തമായ ഗ്രാമം. അങ്ങനെ നമ്മൾ അമ്പനാട് ഹിൽസ് എത്തിയൊക്കെയാണ്. ഫുള്ള് മഴയാണ്, വിഷയം ക്ലൈമറ്റാണ്. ഇതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. നമ്മളത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 100 രൂപയാണ്. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറി പോവാം. അതുപോലെ വരുന്ന വരിയിലുള്ള വീഡിയോസ് ഫ്രണ്ട്സിൻ്റെ ഗോപ്രോയിലുണ്ട്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലോട്ട് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗൈസ് അമ്പനാട് ഹിൽസിലെ ആ ഒരു വ്യൂ. ഇപ്പോൾ ഈ മഴ സമയമായതുകൊണ്ട് നമുക്ക് കാണാൻ എത്ര ഒരു ഭംഗി. ഓക്കെ, ക്യാമറയിലൊക്കെ വെള്ളമാണ്. ഞാനും ആകെ നനഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആകെ നനഞ്ഞ് പണ്ടടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി, മേലോട്ട് പോകണം. പൊളി ബ്രോ. അടിപൊളി. നമ്മളിനി ടോപ്പിലോട്ട് പോകാൻ പോവുകയാണ്. അത് കണ്ടിടേ, എടുക്കെടുക്കെടുക്ക്. ഞാൻ അങ്ങനെ വീണ്ടും പില്ലൻ ചുറ്റിലോട്ട് എത്തിയൊക്കെയാണ്. മഴ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോപ്രോ ഉപയോഗിക്കുകയാണ്. ഗോപ്രോയിൽ കേസില്ല. ഇപ്പോൾ തന്നെ വാട്ടർ പ്രൂഫാണെന്നുള്ള വിശ്വാസം. ഇവിടുത്തെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത്. നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ്. അതുപോലെ ചായ കുടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടുമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പെട്രോൾ വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടിയിൽ ഫ്യൂൽ കവർ ചെയ്യുന്നത്. എത്ര കണ്ണടിച്ചു നീ? 140 1 ലിറ്ററിന്. അല്ല, നീ വരുമ്പോൾ എത്ര രൂപ അടിച്ചു അവിടെ നിന്ന്? ഇവിടെ പിള്ളേരൊക്കെ പാട്ടോടി ഒരേ വൈബാണ്. ഗൈസ്, അപ്പം നമ്മൾ അമ്പനാട് ഹിൽസിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കടയുണ്ട്, നമുക്ക് മാഗിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കടയുണ്ട് ഇവിടെ ഈ ഒരു വശത്തിലോട്ട്. മുകളിലോട്ട് ഇനി സ്പോട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് നോ എൻട്രി ആണ്. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് കയറി പോവും. കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ നോക്കും സ്ഥലങ്ങളെല്ലാം. കണ്ടില്ലേ, ഫുള്ള് കോടയാണ് ഗൈസ്, ഫുൾ കോടയാണ്. പാറയിൽ ചർക്കലുണ്ടോ എന്നറിയില്ല. ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കുകയാണ്. വിഷയം ക്ലൈമറ്റ് അന്യായ ക്ലൈമറ്റാണ്. എങ്ങനെയുണ്ട്? ഗൈസ് വേറെ വൈബാണ് ഗൈസ്, പൊന്മുടിയിൽ പോലും ഇല്ലാത്ത വൈബാണ്. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിന് ശേഷം മുടിയൊക്കെ കച്ചറയായി. വ്യൂ പോയിന്റിന് ശേഷം നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഓഫ് റോഡായിരുന്നു. റോഡല്ല, ഇത് മൊത്തം മണലാണ്. ഫുള്ള് ചെളി കാര്യങ്ങൾ, ഫുള്ള് കയറ്റം. പക്ഷെ നമ്മളിവിടെ GT ഉണ്ടായിരുന്നു, RR തിയേറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ ആ വണ്ടിയെല്ലാം കയറി വന്നു ഗൈസ്. തേയില ഇല കൊണ്ടുവരുന്നതാണ് ഗൈസ്. ഇതാ വരുന്നു.
കൊണ്ടുവരുന്നതാണ്. കണ്ടോ, ടീമുകളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വ്യൂ പോയിന്റിലോട്ട് പോകാം. രാവിലെ മാറ്. ഇതാണ് വ്യൂ പോയിന്റ്. സെറ്റല്ലേ? അവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് താഴോട്ട് പോകാൻ പറ്റും. പക്ഷേ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനയുണ്ട്. ആന ഇറങ്ങോ ഇല്ലെന്ന് അറിഞ്ഞോളൂ. നമുക്ക് റിസ്ക് എടുക്കാനും പറ്റില്ല. അവിടെ നിന്ന് നമുക്ക് അച്ചൻകോവിലോട്ട് പോകാൻ പറ്റുന്ന ഒരു റോഡ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലോസ്ഡ് ആണ്. നമ്മൾ അകത്തോട്ട് കയറ്റി വിടാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളെ സ്വന്തം റിസ്കിൽ കയറി പോകണം. ആനയോ കാട്ടുപോത്തോ വല്ല വന്ന് എന്തെങ്കിലും ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങേണ്ടി വരും. പക്ഷേ റിസ്ക് എടുക്കാൻ എല്ലാവരും തയ്യാറായി. എന്നാലും നമ്മളിവിടെ ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് ആനപ്പിണ്ടത്തിൻ്റെ മണം, ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ഈ വഴി പോകുന്നത്. ആന വല്ലതും വരുമോ ഇല്ലെന്ന് അറിയില്ല. ഫുൾ റിസ്ക്കാണ്. എനിക്ക് കൂടുതൽ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ഒരു മരം ഇളകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഓടാം. ആന വല്ലതും വന്നാലേ. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഓഫ് റോഡെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് എത്തിക്കുകയാണ്. ഇനി ഇവിടെ താഴോട്ട് പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ലേക്കുണ്ട്. ലേക്കല്ല, ഒരു കുളം പോലത്തെ ഒരു സ്പോട്ട്. നമ്മൾ ഫോട്ടോയിൽ കണ്ടതാ. അപ്പോൾ ഇനി അടുത്ത് അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. അതിന് മുന്നേ ഇവിടുന്ന് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. നല്ല ഊണ് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയിരിക്കും താഴോട്ട് പോകുന്നത്. രാവിലെ നമ്മൾ ഓഫ് റോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ വൈബായിരുന്നു ബ്രോ. അടിപൊളി എക്സ്പീരിയൻസ്. ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര നല്ലൊരു അത് 180 വന്നത്. ഈ മുകളിൽ കാണുന്ന ആ ഓഫ് റോഡ് മൊത്തം കയറിപ്പോയി. നമ്മൾ വീഡിയോ ഇല്ല, കാരണം ഫുള്ള് നാശമായിരുന്നു ഓഫ് റോഡ്. അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. വേറെ വൈബായിരുന്നു. പിന്നെ നല്ലൊരു മഴക്കോള് കാണുന്നുണ്ട്. മഴ പെയ്താൽ വീണ്ടും വൈബായിരിക്കും. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കരുത്. ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ കൊടുത്തേണ്ടിയിരിക്കേണ്ടി വരും. ഇപ്പൊ 2 പാക്കറ്റായി. ഞാൻ പറഞ്ഞില്ല, ഇത് 3ാമത്തെ പാക്കറ്റ്. കണ്ണിന് എന്ത് പറ്റി? എനിക്കിവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയി നോക്കാനായിട്ട് തോന്നുന്നു. പോവാ. വണ്ടി ഓടിക്കാൻ അറിയോടെ? അയ്യോ. പോട്ടെ. റൈറ്റ്. രാഹുൽ തെക്കിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു കുളം. പക്ഷെ കൊള്ളാം, എന്നിരുന്നാലും കൊള്ളാം. ഇറങ്ങി കുളിക്കാനേ പറ്റത്തില്ലെന്ന് തോന്നുന്നു. മീനൊക്കെ കാണുന്നുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും ഇവിടെ കാണാനില്ല. പക്ഷെ നമ്മൾ ആദ്യം കണ്ട ആ ഒരു ടോപ്പിലെ വ്യൂ പോയിൻറ്റും ഇപ്പോൾ പോയി ഓഫ് റോഡ് കഴിഞ്ഞ് പോയി ആ സ്ഥലവും അത്യാവശ്യം നല്ലതായിരുന്നു. ഇനിയും ഉണ്ട് സ്പോട്ട്, പക്ഷേ ആ ഭാഗത്തേക്ക് നമ്മളെ വിടുന്നില്ല. നമുക്കതുവരെ ഞാൻ പറഞ്ഞില്ല, അച്ചൻകോവിലിൽ നിന്ന് നമുക്ക് താഴെ ഇറങ്ങി വരാൻ പറ്റും. പക്ഷേ അവിടെ മയിലിൻ്റെ കടിച്ചിൽ കേൾക്കുന്നുണ്ട്. അച്ചൻകോവിലോട് താഴെ ഇറങ്ങാൻ പറ്റും, പക്ഷേ ആനയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് വിടത്തില്ല. ഗൈസ്, ഇവിടെ എവിടെയോ മയിലിൻ്റെ വിളിച്ച് ഇവിടെ എവിടെയോ മയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കിയിട്ട് വരാം. വീടാണ്, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവിടെയാണെന്ന് തോന്നുന്നു. മയിലിൻ്റെ കരച്ചിൽ എവിടെ നിന്നായിട്ടാ? ഇവിടെ കണ്ടില്ല. സൈഡിലാ? ഇവിടെയാണോ? താഴെയാണോ? നമ്മളിന്ന് മയിലിനെ കണ്ടിട്ട് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ഈ മരത്തിൻ്റെ മുകളിൽ എവിടെയോ ആണ്, പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എവിടെയോ ഉണ്ട്. രാവിലെയാ? നമ്മൾ രാവിലെ വന്ന്, പക്ഷെ അപ്പുറത്ത് വ്യൂ കാണാൻ പോയിരുന്നു ടോപ്പിലെ. ആ, മുകളിലല്ലേ? ഓടിൻ്റെ മുകളിലല്ലേ? നോക്കട്ടെ.
നമ്മൾ പഴയ ഗ്രാമത്തിലൊക്കെ കണ്ടുവരുന്നൊരു വീടുണ്ടല്ലോ, ഇത് ഫുള്ളും എനിക്ക് തോന്നുന്നു മറ്റേ കട്ടയല്ല, മറ്റേ മണലിലൊരു ഇതുണ്ടല്ലോ പഴയ വീട്ടിലൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പാണ്. നമുക്ക് തിരിച്ചു പോവാം. പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ വലുതായിട്ട് കാണാനൊന്നും ഇല്ല. ഈ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. ആ ഗൈസ്, കണ്ടു വയലിനെ കണ്ടു ഗൈസ്. നമ്മുടെ കള്ള എടാ മോനെ, നോക്കിക്കേ, ഓടല്ലേടാ, ഇതിന് എന്ത് പറഞ്ഞാ വിളിക്കുന്നേ? കണ്ടപ്പോഴാണ് അത് ഓടിയത് അവിടെ നിന്ന്. ഇങ്ങനെയാടാ മയിലിനെ വിളിക്കണത്? ഇത് നീ മറ്റേ മീൻ വിൽക്കാൻ പോണക്കല്ലേ ഇത്? എനിക്കറിയോടെ എന്ത് പറഞ്ഞാ വിളിക്കേണ്ടത്? അത് കൂന്നല്ലേ. അപ്പം നമ്മൾ അമ്പനാട് നിന്ന് തിരിച്ച് റിട്ടേൺ വന്നേക്കാണ്. അപ്പം ഈ ഒരു സ്പോട്ട് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയിലെ ലൈനപ്പ് ആക്കി വെച്ചിട്ട് വണ്ടിയിലെ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് റിട്ടേൺ നമ്മൾ തിരിക്കുകയാണ്. അടിപൊളി. വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുകയാണ് ഗൈസ്. പുതിയ വണ്ടി ഓണറാണ് കിടക്കേണ്ടത്. പുതിയ വണ്ടി എക്സ്പീരിയൻസ് നല്ല അടിപൊളി ഓണായിരുന്നു കേട്ടോ. എടുത്തിട്ട് ഒരാഴ്ച വണ്ടിയെല്ലാം ഒന്ന് കാണാം. GT, ബുള്ളറ്റ്, 390, MT, 4 MT, നമ്മളെ ADV, NS, AS, ഡോമിനർ, ഹണ്ടർ, ഡോമിനർ, RR310, എക്സ്ട്രീം 250, 200, 180, ബുള്ളറ്റ് 250, നമ്മളെ എക്സ്ട്രീം 125, പിന്നെ എക്സ്പ്രസ്. ഇത്രയും വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പനാട് ഹിൽസ് റൈഡ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. കണ്ണൊക്കെ ചുവന്നിരിക്കുന്ന ഫുള്ളും പൊടിയടിച്ചിട്ടാണ് കേട്ടോ, വേറെ ചിന്തിക്കരുത്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഓക്കെ, ടാറ്റാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.